ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് ഈ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് യാത്രാ വിമാനത്തെ മറയാക്കിക്കൊണ്ട് പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങളെയാണ്. അതായത് ഒരു യുദ്ധ കളത്തിലും അവലംബിക്കാൻ പാടില്ലാത്ത, അതായത് സാധാരണക്കാരെ മറയാക്കിക്കൊണ്ട് മനുഷ്യജീവനുകളെ, അത് നമ്മൾ മറ്റു പല രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്, സാധാരണ മനുഷ്യരെ മറയാക്കിക്കൊണ്ട് ഭീകരവാദികളടക്കം ഏറ്റുമുട്ടുന്നത് കണ്ടിട്ടുണ്ട്. അതേ നിലയിലാണ് പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയത്. അത് ഏറ്റവും ഗുരുതരമായ യുദ്ധക്കുറ്റമായി തന്നെ കണക്കാക്കാവുന്നതാണ്. വിംഗ് കമാൻഡർ വ്യോമിക സിംഗിന്റെ വാക്കുകൾ. Pakistan's irresponsible behavior again came to fore. Pakistan did not close its civil airspace despite it launching a failed unprovoked drone and missile attack on 7th May at 8:30 hours in the evening. Pakistan is using civil airliners as a shield, knowing fully well that its attack on India would elicit a swift air defense response. This is not safe for the unsuspecting civil airliners, including the international flights which were flying near IB between India and Pakistan. ഈ ബസന്ത് ഇന്ത്യ പാകിസ്ഥാൻ നൽകിയ, അല്ലെങ്കിൽ പാകിസ്ഥാൻ അതിർത്തിയിൽ നിരന്തരം കാണിച്ച ആ പ്രവൃത്തിക്ക് ഇന്ത്യ മറുപടി നൽകിയപ്പോൾ ഇന്ത്യ ആകാശം അല്ലെങ്കിൽ എയർ സ്പേസ് കൃത്യമായി ക്ലീൻ ചെയ്തുകൊണ്ട്, അതായത് ഒരു തരത്തിലുള്ള സിവിലിയൻ കാഷ്വാലിറ്റിയും ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതൽ എടുത്തിട്ടാണ് ഇന്ത്യ ആക്രമണം നടത്തിയത്. പക്ഷേ പാകിസ്ഥാൻ ആകട്ടെ അവിടെയും ഏതെങ്കിലും നിരപരാധികൾ മരിച്ചാലും കൊല്ലപ്പെട്ടാലും കുഴപ്പമില്ല, തങ്ങൾക്ക് ഈ ശത്രുവിനോട് പോരാടണമെന്ന ഒറ്റ ചിന്തയോടുകൂടിയാണ്. അപ്പോൾ എത്ര വലിയ ഗുരുതരമായ കുറ്റകൃത്യം കൂടിയാണ് പാകിസ്ഥാൻ ചെയ്തിരിക്കുന്നത്. രാജ്യാന്തര തലത്തിൽ തന്നെ ഈ നീക്കത്തിനെതിരെ, അല്ലെങ്കിൽ പാകിസ്ഥാനെതിരെ ലോകരാജ്യങ്ങൾ രംഗത്ത് വരേണ്ട ഒരു കാര്യം കൂടിയല്ലേ? തീർച്ചയായും ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടക്കുകയാണെങ്കിൽ സാധാരണ വ്യോമപാത അടയ്ക്കുന്ന ഒരു പ്രക്രിയയുണ്ട്. അതായത് നോട്ടം ഇഷ്യൂ ചെയ്യാറുണ്ട്. നോട്ട് ടു എയർമാൻ എന്നാണ് പറയുന്നത്. അതിന് ഈ നോട്ടം നൽകിക്കൊണ്ടാണ് ഇന്ത്യ പലപ്പോഴും സൈനിക അഭ്യാസങ്ങളൊക്കെ തന്നെ ഇപ്പോൾ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ നടത്തിയിട്ടുള്ളത്. അതൊരു പ്രത്യേക തീയതിയും സമയവും ഒക്കെ വ്യക്തമാക്കിക്കൊണ്ടാണ് ഇത് നൽകുന്നത്. അതായത് വൈമാനികർക്ക് ഈ മേഖലയിൽ സൈനിക നടപടി നടക്കുന്നു എന്നുള്ളതൊരു അറിവും, അതുകൊണ്ട് ആ വ്യോമപാത ഒഴിവാക്കി മറ്റൊരു രീതിയിൽ പോകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ വരുന്നത്. അപ്പോൾ അത് ചെയ്യാതെ പാകിസ്ഥാൻ ഇന്നലെ രാത്രി ഇന്ത്യക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തുമ്പോൾ, അത് 300-400 വരെ ഡ്രോണുകൾ ഒന്നിച്ച് ഒരു സ്വാമായിട്ട്, അല്ലെങ്കിൽ ഒരു കൂട്ടമായി ഇങ്ങനെ വരുമ്പോൾ, അവിടെ ആ വ്യോമപാതയിൽ ഒരു വിമാനമുണ്ടായിരുന്നു, ഒരു സിവിലിയൻ എയർലൈൻ ഉണ്ടായിരുന്നു. അതായത് ഗൾഫിലെ ദമാമിൽ നിന്നും ലാഹോറിലേക്ക് പോകുന്ന ഒരു സിവിലിയൻ വിമാനമായിരുന്നു. ഇന്ത്യ ഒരു വലിയ തോതിലുള്ള ഒരു പ്രത്യാക്രമണം ആ സമയത്ത് നടത്തിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ വിമാനം അപകടത്തിൽപ്പെട്ടേനെ, അതിലുള്ള നിരവധി ജീവനുകൾ പൊലിഞ്ഞേനെ. അത് ഒരു വലിയ വിഷയമാക്കി മാറ്റി അന്താരാഷ്ട്ര തലത്തിൽ ഇന്ത്യ ഒരു സിവിലിയൻ വിമാനം വെടിവെച്ചിട്ടു എന്നുള്ള തരത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു വലിയ നീക്കമാണ് പാകിസ്ഥാൻ നടത്തിയത്. അത് പൊളിയുകയായിരുന്നു. ഇന്ത്യ വളരെ കൃത്യമായി തന്നെ ഇത്തരം ഒരു വിമാനം ആകാശത്തുണ്ട് എന്നുള്ളത് കണ്ടെത്തുകയും വളരെ കാത്തിരുന്ന ശേഷമാണ് പിന്നീട് പാകിസ്ഥാനിലെ 4 കേന്ദ്രങ്ങൾ ആക്രമിച്ച് തകർക്കുകയും ചെയ്തത് എന്ന് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ വ്യക്തമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, ഒരു റഡാർ സംവിധാനം കൂടി ഞങ്ങൾ പൊളിച്ചിരിക്കുന്നു എന്ന് ഇന്ത്യ വ്യക്തമാക്കുന്നു ലോകത്തോട്. ഇന്നലെ ലാഹോറിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തെങ്കിൽ ഞങ്ങൾ ഇന്നലെ രാത്രിയത്തെ ആക്രമണത്തിൽ മറ്റൊരു റഡാർ സംവിധാനം കൂടി തകർത്തിരിക്കുന്നു എന്ന് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്. ഈ 4 സ്ഥലങ്ങൾ ഏതൊക്കെ എന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ല. ഏതൊക്കെ സ്ഥലങ്ങളിൽ പാകിസ്ഥാനിൽ ഞങ്ങൾ തിരിച്ചടിച്ചു എന്നുള്ളത് പറയുന്നില്ല. പക്ഷേ 4 സ്ഥലങ്ങൾ ഞങ്ങൾ തകർത്തിട്ടുണ്ട്, അല്ലെങ്കിൽ അവിടെ ഡ്രോൺ ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ രാത്രി എല്ലാവരും കൊടുത്ത വാർത്തകൾ ശരിയാണ്. ലാഹോർ അടക്കമുള്ള സ്ഥലങ്ങളിൽ പാകിസ്ഥാൻ ആക്രമണം നടത്തിയിരിക്കണം. പക്ഷേ ഏത് സ്ഥലങ്ങൾ, പാകിസ്ഥാനിലെ സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയിട്ടുണ്ട്, അത് ഏതൊക്കെ സ്ഥലങ്ങൾ എന്ന് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടില്ല എന്ന് മാത്രമേ നമുക്കിപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഈ സിവിലിയൻ വിമാനം ആകാശത്തുണ്ടായിരുന്ന സമയത്ത് പാകിസ്ഥാൻ ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയെന്നുള്ളത് അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. അത് വലിയ തോതിൽ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യപ്പെടും. തീർച്ചയായും അത് ലോക രാജ്യങ്ങൾ വീക്ഷിക്കേണ്ട കാര്യമാണ്. അതിൽ ഇടപെടൽ വേണ്ട കാര്യമാണ്. സിവിലിയൻ വിമാനത്തെ മറയാക്കിക്കൊണ്ട് വ്യോമാക്രമണത്തിന് ഇറങ്ങിത്തിരിക്കുന്ന പാകിസ്ഥാന്റെ നീതികേട് അത് ലോകത്തിന് മനസ്സിലാകുന്നതാണ്. ഒപ്പം തന്നെ പാകിസ്ഥാൻ ചെയ്യുന്ന ഏറ്റവും വലിയ മറ്റു ക്രൂരതകളാണ് ഏതെങ്കിലും രീതിയിൽ വ്യാജ വാർത്തകൾ ചമച്ചുവിടുക, അതിനെ പ്രചാരണം കൊടുക്കുക. അതുകൊണ്ടാണ് 8000-ഓളം എക്സ് അക്കൗണ്ടുകൾ ഇന്ത്യക്ക് പൂട്ടേണ്ടി വന്നത്. പാകിസ്ഥാൻ മാധ്യമങ്ങളെ, പാകിസ്ഥാനിലെ പല ആളുകളുടെയും അക്കൗണ്ടുകൾ പൂട്ടേണ്ടി വന്നത്. കാരണം അത്രയേറെ വ്യാജ പ്രചാരണങ്ങളാണ് അഴിച്ചുവിട്ടത്. അതെങ്ങനെയൊക്കെ എന്നുകൂടി, ഏതൊക്കെ നിലയിലാണ് പാകിസ്ഥാന്റെ അത്തരം പ്രവർത്തികൾ എന്നുകൂടി പറയുകയാണ് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്ര. That we would attack our own cities is the kind of deranged fantasy that only the Pakistani state can come up with. Perhaps they do it because they are well versed in such action as their history would show. Disinformation that is coming from
Pakistan about India targeting the Nankana Sahib Gurdwara through a drone attack. This is again yet another blatant lie and part of Pakistan's disinformation campaign. As we saw in the Pahalgam attack, Pakistan is again trying desperately to impart a communal hue to the situation with an intention to create discord. പി ബസന്ത് തുടരുകയാണ്. ബസന്ത്, എങ്ങനെയൊക്കെയാണ് പാകിസ്ഥാന്റെ വ്യാജ പ്രചാരണം? അത് ഇന്ത്യ തന്നെ ഒരു ഗുരുദ്വാരയെ ആക്രമിച്ചു അല്ലെങ്കിൽ ഇന്ത്യ ആക്രമിച്ചു എന്ന് വരുത്തി തീർക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമം, അത് അവിടുത്തെ അണക്കെട്ടിൽ പാകിസ്ഥാൻ തന്നെ ആക്രമണം ഉണ്ടാക്കിയിട്ട് ആ ചിത്രങ്ങൾ വെച്ച് പാകിസ്ഥാൻ വ്യാജ പ്രചാരണം നടത്താനുള്ള ശ്രമം നടത്തുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഡെസ്പറേറ്റ് ആയ അവസ്ഥയിൽ നിൽക്കുന്ന പതറി എന്ത് ചെയ്യണമെന്നറിയാതെ ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്ന ഒരു രാജ്യത്തിന്റെ സൈന്യത്തിൽ നിന്ന് ഇതല്ല ഇതിനപ്പുറവും പ്രതീക്ഷിക്കേണ്ടി വരുമെന്ന് നമുക്കറിയാം. പക്ഷേ അതാണ് ഒന്നൊന്നായി വെളിപ്പെട്ടു വരുന്നത്. ദുവിഷ, ഈ ഭീകരർ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള തരം താഴ്ന്ന പ്രവർത്തനമാണ് പാകിസ്ഥാൻ്റെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഗുരുദ്വാര ആക്രമിക്കുക, തൊട്ടടുത്തുള്ള ഒരു സ്കൂൾ ആക്രമിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒരു പ്രവർത്തനം എന്നുള്ള തരത്തിലാണ് ഇന്ത്യ ഇത് മുന്നോട്ട് വെച്ചിട്ടുള്ളത്. അതായത് ഒരു ക്രൈസ്റ്റ് സ്കൂളിനെ ലക്ഷ്യമിടുന്നു, അതിൻ്റെ സമീപമുള്ള ഒരു കന്യാസ്ത്രീ മഠത്തെ ലക്ഷ്യമിടുന്നു, 2 കുട്ടികൾ മരിക്കുന്നു. അതായത് ഒരു വീട്ടിലേക്ക് ഈ ഷെല്ല് വീഴപ്പോൾ ആ വീട്ടിലെ 2 കുട്ടികൾ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇതൊക്കെ ഒരു ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യമിട്ട് പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള നീചമായ പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയുടെ നിലപാട്. കഴിഞ്ഞ ദിവസം പ്രതിരോധ മന്ത്രാലയം പറഞ്ഞത് പാകിസ്ഥാൻ സേന ഹമാസ് ഭീകരരെ പോലെ പെരുമാറുന്നു എന്നുള്ളതാണ്. അതേ നിലയിൽ തന്നെയാണ് ഇന്ത്യയുടെ വിദേശ മന്ത്രാലയവും ഇപ്പോൾ പാകിസ്ഥാനെ സാമ്യപ്പെടുത്തിയിരിക്കുന്നത്. ഭീകരർ പോലും നാണിച്ചു പോകുന്ന തരത്തിലുള്ള തരം താഴ്ന്ന പ്രചാരണങ്ങൾ നടത്തുന്നു. ഗുരുദ്വാര ഇന്ത്യ ലക്ഷ്യമിട്ടു എന്നാണ് ഒരു പ്രചരണമെന്ന് അത് ഇന്ത്യ ഇപ്പോൾ തള്ളിയിരിക്കുന്നു. അത്തരത്തിൽ ഒരു നീചമായ നടപടിയും നടത്തിയിട്ടില്ല. അതോടൊപ്പം പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിലാണ് ഈ പൂഞ്ചിലെ ഗുരുദ്വാര തകർന്നത് എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.